ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ KFC ഔട്ട്ലെറ്റ് അടപ്പിച്ച് ഹിന്ദു രക്ഷാദൾ. സാവൻ മാസത്തിൽ മാംസം വിൽക്കുന്നുവെന്നാരോപിച്ചാണ് ഈ കട അടപ്പിച്ചത്. പോലീസ് നോക്കി നിൽക്കുകയാണ്. ജയ് ശ്രീറാം രാം വിളിച്ച് പ്രവർത്തകർ കട അടപ്പിച്ചത്. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അജീഷ്, ഇത്തരത്തിലൊരു വാർത്ത കുറെ നാളുകളായി കേട്ടിട്ട്, കുറെ നാളുകളായി ഇത്തരം സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്നാണ് ആ വാർത്ത എത്തുന്നത്. എന്താണ് സംഭവിച്ചത് അവിടെ? വിവരങ്ങൾ എന്താണ്? പ്രചാരണത്തിലെ ഉത്തരേന്ത്യയിലെ ഈ ഹിന്ദുമത വിശ്വാസികൾക്ക് ഇപ്പോൾ ഈ സാവൻ മാസമാണ്. അതവർ പവിത്രമായി കരുതുന്ന ഒരു മാസമാണ്. മാത്രമല്ല ഈ സമയത്താണ് ഈ കൻവാർ യാത്രയും നടത്തുന്നത്. അതായത് ഹരിദ്വാറിൽ നിന്ന് ഈ ഗംഗാജലവുമായി വിശ്വാസികൾ ഈ കാൽനടയായിട്ട് ശിവക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന ഒരു മാസം കൂടിയാണിത്. അങ്ങനെ ഈ വഴി കടന്നു പോകുന്ന ഈ കൻവാരികൾ കടന്നു പോകുന്ന ഈ വഴിയിലൊക്കെ ഈ മാംസം വിൽക്കുന്നത് തടഞ്ഞുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉത്തർപ്രദേശ് സർക്കുലർ ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു. മാംസം വിൽക്കുന്നത് തടയുകയും ഒപ്പം തന്നെ അത് വിൽക്കുന്ന കടയുടെ പേര്, ഉടമയുടെ പേര് അത് പ്രദർശിപ്പിക്കുകയും ചെയ്യണമെന്നായിരുന്നു ആ ഉത്തരവിൽ പറഞ്ഞിരുന്നത്. അതിനെതിരെ വലിയ വിമർശനവും ഉയർന്നിരുന്നു. അതിന് പിന്നാലെ ചില കടകളിലൊക്കെ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ നടന്നിരുന്നു. അത് എന്തായാലും ഇന്ന് രാവിലെയാണ് ഈ ഗാസിയാബാദിൽ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഗാസിയാബാദിലെ രണ്ട് കടകൾ, ഒന്ന് ഒരു KFC ഔട്ട്ലെറ്റും മറ്റതൊരു നസീർ ഫുഡ്സ് എന്ന് പറയുന്ന മറ്റൊരു കടയും. ഈ രണ്ട് കടകളിലാണ് ഹിന്ദു രക്ഷാദൾ എന്ന് പറയുന്ന സംഘടനകൾ, അവരുടെ സംഘടനയിൽപ്പെട്ട ആളുകൾ ഒരു കാവിക്കൊടിയും ഏന്തി ജയ് ശ്രീറാം വിളിച്ച് ഭാരത് മാതാ കി ജയ് വിളിച്ച് ഈ കടയ്ക്കുള്ളിൽ കയറുകയും അവരെ ഭീഷണിപ്പെടുത്തി ഈ കടകൾ അടയ്ക്കുകയും ചെയ്തത്. അവർ പറയുന്നത് ഈ ഗാസിയാബാദിലെ ആ മേഖല അതൊരു ഹിന്ദു ഭൂരിപക്ഷ മേഖലയാണ്, അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസത്തെ മാനിക്കണം, അതുകൊണ്ട് ഈ കട അടയ്ക്കണം, ഇത് ഹിന്ദുസ്ഥാനാണ്, ഹിന്ദുക്കൾ അവർക്ക് വേണ്ടത് എന്തായാലും അത് നേടിയെടുക്കും തുടങ്ങിയ ഭീഷണിയും അവർ മുഴക്കിയിരുന്നു. തുടർന്ന് ഈ കട അടപ്പിക്കുകയും ചെയ്തു. ഈ സമയത്ത് അവിടെ പോലീസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പക്ഷേ പോലീസ് നോക്കി മാത്രമാണ് ആ ഭാഗത്ത് നിന്നത്. എന്തായാലും ഈ നിലവിൽ ഇതൊരിക്കലും കേസൊന്നും എടുത്തില്ല. ഇവരോട് ചിലരൊക്കെ ചോദിച്ചപ്പോൾ തങ്ങൾക്ക് അനുവാദമുണ്ട്, ഈ സമരം നടത്താൻ പ്രതിഷേധിക്കാൻ അനുവാദമുണ്ടെന്നാണ് ഈ സംഘടനാ ഭാരവാഹികൾ പറഞ്ഞത്. പക്ഷേ ഒരു റിട്ടേൺ അനുവാദമൊന്നുമല്ല. തങ്ങൾ പ്രതിഷേധം നടത്താൻ അനുവാദം ചോദിച്ചു, പോലീസ് പോയി പ്രതിഷേധിക്കൊള്ളാൻ പറഞ്ഞു, വാമൊഴിയായി പറഞ്ഞു എന്നാണ് ഈ സംഘടനാ ഭാരവാഹികൾ പറഞ്ഞത്. എന്തായാലും നിലവിൽ ഈ കട അടപ്പിച്ചതിനെതിരെ അതിന്റെ ദൃശ്യങ്ങൾ പ്രചരിക്കുമ്പോൾ അത് വലിയ വിമർശനം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് KFC പോലുള്ള രാജ്യത്ത് പല സ്ഥലങ്ങളിലും ഔട്ട്ലെറ്റുകളുള്ള ഒരു വലിയ ശൃംഖല, അതിനെതിരെയൊക്കെ ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അത് വലിയ രീതിയിൽ രാജ്യത്തിനകത്ത് തന്നെ അത് ബാധിക്കുകയും ചെയ്യും. യെസ്, അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ, ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്ത, ആശയാവിഷ്കാരം, വിശ്വാസം, ഭക്തി, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനയിലെ ഈ ആമുഖ പരാമർശം പോകുന്നത്. അത് ഈ ഘട്ടത്തിൽ ഒന്ന് വായിച്ചു എന്ന് മാത്രം. അജീഷ് ജയകുമാറാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.